ഇവിടെയായിട്ട് നമുക്കൊരു രണ്ടാമതൊരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ബിൽഡർ ഇൻബിൽഡ് ആയിട്ട് തന്നെ നമുക്കൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്തൊക്കെ ആ ഒരു നോർമൽ സ്റ്റൈലിനെ കൊണ്ടുവരാനായിട്ട് ആ ഒരു എ ഷേപ്പ് ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ ഒരു വാം കളർ ടോൺ ആണ് നമ്മളെ സ്വീകരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുടക്കാൻ പാകത്തിനായിട്ട് ഇവിടെയായിട്ട് ടി വി യൂണിറ്റ് ഏരിയ ഇവർ ഒരുക്കിയിരിക്കുന്നു. പക്ഷേ ആദ്യത്തെ ലാൻഡിങ്ങിൽ എത്തി നിൽക്കുമ്പോൾ പെർഗോള ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വെന്റിലേഷൻസ് നോക്കിയാണ്. ഇവിടെ എൽ ഷേപ്പിലാണ് ടോപ്പ് വരുന്നത്, ഗ്രാനൈറ്റ് ആണ് ടോപ്പ്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കബോർഡ് കിച്ചൺ കബോർഡ് വർക്ക് ഇത്രയും ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്കൊക്കെ 6 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് ആഹാരം കഴിക്കുന്ന വലിയ ഡൈനിങ് ടേബിളിനാണുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടും. ഒട്ടുമിക്ക എല്ലാ പുതുവത്സര ദിനങ്ങളിലും എല്ലാവരും എടുക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്ന കാര്യം. ഈ വർഷം ഞാൻ ഇന്നത് ചെയ്യും. മിക്കവാറുമുള്ള ആളുകൾ ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുകയാണ് ചെയ്യാറ്. ആ ജിമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് എൻ്റെ ബോഡി ഞാൻ സ്ട്രെങ്ത് ആക്കും, നേരെയാക്കും എന്നൊക്കെയാണ് പറയുന്നത്. മറ്റു ചിലർ മറ്റു പല രീതിയിലുമുള്ള മറ്റു പല കാര്യങ്ങളായിരിക്കും. ചിലർ ഈ വർഷമെങ്കിലും എനിക്കൊരു വീട് സ്വന്തമാക്കണം, അല്ലെങ്കിൽ വാഹനം സ്വന്തമാക്കണം, അങ്ങനെ ഒട്ടേറെ ആഗ്രഹങ്ങളായിരിക്കും അവർ ചിലപ്പോൾ ഒരു ചലഞ്ചായിട്ടോ മറ്റോ ഒക്കെ വെക്കുക. അപ്പോൾ എന്തായാലും വ്യത്യസ്തമായ രീതിയിലാണ് ആചാരങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇതിനകത്തുള്ള ആചാരം അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ചലഞ്ചായിട്ടുള്ള ആചാരം ഏതാണ് എന്നുള്ള കാര്യം കമന്റിൽ പറയാം. അറിയാമല്ലോ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം. സാറ്റർഡേയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ തീർച്ചയായും വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കേട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടിക്കടുത്ത് ബാവപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇവിടെയായിട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടുള്ളത്. ഈ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞാൽ 4.05 സെന്റിനകത്ത്, അതായത് 2050 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂമുള്ള ഒരു വലിയ വീടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള ദൂരം കൃത്യമായിട്ടും നമുക്ക് ഒന്ന് നോക്കി അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം എടപ്പള്ളിയിലേക്ക് ഏകദേശം 14ഓളം കിലോമീറ്റർ ആണ്, ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 12ഓളം കിലോമീറ്റർ ആണ്, ആലുവയിലേക്ക് ഏകദേശം 10ഓളം കിലോമീറ്റർ ആണ്. ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് രാജഗിരി ഹോസ്പിറ്റൽ വരുന്നത്. ഏകദേശം ആ രാജഗിരി ഹോസ്പിറ്റലിലേക്കൊക്കെ ഒരു 4 കിലോമീറ്റർ 4.5 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ ദൂരങ്ങൾ എന്ന് പറയാം. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളിലൂടെയുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇന്റർലോക്ക് ബ്രിക്സ് ഇട്ടുകൊണ്ടുള്ള വഴിയാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള വഴിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ആദ്യം ഈ ഒരു വീടിന്റെ മതിലും ഗേറ്റും ഒക്കെ നമുക്ക് നോക്കാം. മതിലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതിലിന്റെ പോർഷനിൽ നല്ലൊരു ടെക്സ്ചർ വർക്ക്, ഒരു യെല്ലോ കളറിൽ കൊടുത്ത് അതിനകത്ത് ഗിൽറ്റൊക്കെ വെച്ചുള്ള നല്ലൊരു ടെക്സ്ചർ വർക്ക് നമുക്ക് കാണാം. 4x കോൺവെക്സ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ക്ലാഡിംഗ് സ്റ്റോൺസ് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇടഭാഗങ്ങളിലായിട്ട് ആ ഒരു ഗ്രേ കളർ വരുന്നത് ഒരു ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്. അതേപോലെ തന്നെ ഇവിടെ ഗേറ്റിന്റെ ഈ ഒരു തൂണ് തുടങ്ങുന്ന ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ അതിന് മുകളിൽ ഐസ് ക്യൂബ് കണക്കെ ഡിസൈനിൽ ഒരു LED ലൈറ്റിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഗേറ്റിലേക്ക് നോക്കിയാൽ ജിയുടെ സ്ക്വയർ ട്യൂബും MS-ന്റെ ഷീറ്റിനകത്ത് CNC കട്ടിംഗ് ഉള്ള ഭാഗം, HPL ഷീറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഗേറ്റാണ്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഒരു വുഡ് ഡിസൈനോടെ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഗേറ്റിന് നല്ലൊരു എലഗൻ ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഗേറ്റിന്റെ കാര്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ നമുക്ക് ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ തുറന്നുകൊണ്ട് ബാക്കി ഭാഗം നമുക്ക് പൂർണ്ണമായിട്ടും സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലാണ് ഈ ഒരു ഗേറ്റിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4 സെന്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് ആ ഒരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തേക്കുന്ന മാക്സിമം സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട്. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ ടു എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസൈൻ മൊത്തത്തിലൊന്ന് നോക്കാം. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ കണ്ടുവരുന്ന തരത്തിലുള്ള ഡിസൈൻ തന്നെ ബോക്സി ഡിസൈൻ. ആ ഒരു ബോക്സി ഡിസൈനിൽ ആ ഒരു നോർമൽ സ്റ്റൈലിനെ കൊണ്ടുവരാനായിട്ട് ആ ഒരു എ ഷേപ്പ് ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കളർ കോമ്പിനേഷൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ കളർ, ആ ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ. അതിനകത്ത് ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. മുകളിലും താഴെയും ഒക്കെ ആ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്ക് കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ആ ബോക്സ് ഡിസൈനിനകത്ത് ജയിലിൻ്റെ അരികൾ കണക്കെ നിൽക്കുന്ന സ്ക്വയർ ട്യൂബിന്റെ ആ ഒരു ഡിസൈനാണ്. ആ ബാൽക്കണിയെയാണ് ആ അടിക്കുള്ളിലാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെ. ഏറ്റവും മുകളിൽ പാരപ്പറ്റിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്ചർ വർക്കുകളും നല്ല ഭംഗിയുണ്ട്. അതിനകത്തൊക്കെ കൊടുത്തിരിക്കുന്ന 4-way LED ലൈറ്റുകളും 2-way LED ലൈറ്റുകളും നല്ല ഭംഗിയുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകളെയും വെച്ച് ഈ ഒരു വീടിനെ മനോഹരമാക്കിയിരിക്കുന്നു. പിന്നെ ആ ഒരു എ ഷേപ്പിന് താഴെയും നമുക്ക് കാണാൻ പറ്റും സ്ക്വയർ ട്യൂബിന്റെ നല്ല മനോഹരമായ ഒരു ഡിസൈൻ വർക്കിനെയും കൊടുത്തിരിക്കുന്നു. ഇതാണ് ആ ഒരു ഫ്രണ്ട് എലിവേഷനിൽ നമുക്ക് കാണാനുള്ളത്. അത്യാവശ്യം നല്ല ലുക്കിൽ തന്നെയാണ് ഈ ഒരു വീടിനെ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറാം. അപ്പോൾ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ
ഇവിടെയായിട്ട് സിമെന്റ് ബ്രിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ടും. അതേപോലെ തന്നെ ഇടഭാഗങ്ങളായിട്ടെല്ലാം പ്ലാസ്റ്റിക്കിന്റെ പുല്ലുകളും വെച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ്. അത്യാവശ്യം വലിയൊരു വാഹനം നമുക്ക് ഒരു SUV വാഹനം സുഖമായിട്ടും ഒരു ഇന്നോവയോ സ്കോർപ്പിയോ അല്ല അത്തരത്തിലുള്ള ഒരു വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇലക്ട്രിക് വാഹനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പവർ പോയിന്റ് കാർ പോർച്ചിൽ അനിവാര്യമാണ്. അത് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ കാർ പോർച്ചിൽ ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്ന തൂണുകൾക്ക് ആ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ നല്ലൊരു കുഞ്ഞ് ഗാർഡനെ കൊടുത്തിരിക്കുന്നു. 4 സെന്റിനകത്താണെങ്കിൽ കൂടി വീടെങ്കിൽ തീർച്ചയായിട്ടും വീടിനുള്ളിൽ ഒരു ഗാർഡൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവർക്ക് സ്ഥലപരിമിതി കാരണം ഗാർഡൻ ചിലപ്പോൾ എല്ലായിടത്തും വെക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഇവിടെ ബിൽഡറെ ഇൻബിൽഡ് ആയിട്ട് തന്നെ നമുക്കൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് അതിനകത്തൊക്കെ ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട് LED ലൈറ്റുകളൊക്കെ ഒരുക്കിയിട്ടാണ് ഈ ഒരു വീടിനെ നമുക്ക് തരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വീടും ചുറ്റുമതിലുമായിട്ട് ഏകദേശം ഇത്രത്തോളമാണ് ഈ ഒരു വീട്ടില് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്യാപ്പ് ഉള്ളത്. ഇവിടം വരെയാണ് ആ ഒരു ഇന്റർലോക്ക് ബ്രിക്സിന്റെ സ്ഥലം. ബാക്കി ഭാഗം അങ്ങോട്ടേക്ക് ചെറിയ ബേബി മെറ്റൽസ് ആണ്. നമുക്ക് സുഖമായിട്ടും നടന്ന് വീടിന്റെ ഈ ഒരു വീടിന്റെ കോമ്പൗണ്ടിലൂടെ സുഖമായിട്ടും നടന്ന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള തന്നെ സ്പേസ് ചുറ്റുപാടും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി മറുഭാഗത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു രണ്ടാമതൊരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് വലിയ വാഹനം തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ വെള്ളത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കിണർ വെള്ളമുണ്ട്. അതേപോലെ തന്നെ KW വാട്ടർ കണക്ഷൻ തൊട്ട് മുൻവശം വരെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെയായിട്ടാണ് കിണറിന്റെ ഈ ഒരു സ്ഥാനം വരുന്നത്. അതിനോട് ചേർന്നുകൊണ്ട് അത്യാവശ്യം ചെടികളൊക്കെ അതിന്റെ ചുറ്റുപാടുമായിട്ടൊക്കെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് മീറ്റർ ബോക്സിന്റെ ഒക്കെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെയായിട്ട് വീടും ചുറ്റുമതിലുമായിട്ട് ഈ ഭാഗത്തും നല്ല രീതിയിലുള്ള ഗ്യാപ്പ് ഈ ഒരു ഭാഗത്തുണ്ട്. ഇവിടെയും ചെറിയ ബേബി മെറ്റലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വീടിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ടിന്റെ സ്ഥാനം. ഗ്രാനൈറ്റ് ആണ് ഈ ഒരു സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇതൊരു പാസിംഗ് സ്പേസ് ആയിട്ടാണ് സിറ്റ് ഔട്ടിനെ കൊടുത്തിരിക്കുന്നത്. വലിയ കസേര ഇടാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു സ്പേസോ മറ്റു കാര്യങ്ങളൊന്നും സിറ്റ് ഔട്ടിൽ നമുക്ക് കിട്ടുന്നില്ല. ഈ ഒരു സിറ്റ് ഔട്ടിന്റെ ഈ ഒരു തൂണിലും നമ്മൾ ആ കാർ പോർച്ചിന്റെ തൂണിൽ കണ്ട മാതിരി തന്നെ ആ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സിറ്റ് ഔട്ടിന്റെ മുകളിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബ് വെച്ച് നല്ലൊരു ഡിസൈൻ വർക്ക് പോയിരിക്കുന്നതാണ്. ഈ ഒരു ഡിസൈൻ വർക്ക് നമ്മളുടെ കാർ പോർച്ചിലും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് ആ വുഡ് ഡിസൈനിൽ ആ ഒരു പെയിന്റ് വർക്ക് അതിനുള്ളിൽ പോയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി തടികളുടെ കാര്യം നോക്കിയാൽ ആഞ്ഞിലി മഹാഗണി തുടങ്ങിയ മരങ്ങളാണ് ഇവിടെ തടികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ET ഫിനിഷ് കിട്ടാൻ വേണ്ടി ആ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നു. ആ ഒരു വീതിയുള്ള കട്ടങ്ങൾക്കായിട്ട് വുഡൻ പാനൽസിനെ ഉപയോഗിച്ചൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് മെയിൻ ഡോർ തുറന്നുകൊണ്ട് നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറാം. നമ്മൾ നേരെ കയറി വരുന്നത് നമ്മളുടെ ഫോമൽ ലിവിങ് സ്പേസിലേക്കാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തപ്പെടുന്നത്. കയറുമ്പോൾ തന്നെ ഒരു വാം കളർ ടോൺ ആണ് നമ്മളെ സ്വീകരിക്കുന്നത്. ഈ ഒരു എന്താ പറയാ ആ ഒരു സ്വീകരണ മുറി നമ്മളെ സ്വീകരിച്ചിരുന്നത് തന്നെ ഒരു വാം കളർ ടോണിലാണ്. ഫുള്ളും ആ ഒരു മൂഡാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്പേസ് നോക്കിയാൽ നല്ല വിശാലമായ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുടക്കാൻ പാകത്തിനായിട്ട് ഇവിടെയായിട്ട് TV യൂണിറ്റ് ഏരിയ ഇവർ ഒരുക്കിയിരിക്കുന്നു. നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകൾ TV യൂണിറ്റ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഗിൽറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയയിലെ ആ ഒരു ടെക്സ്ചർ വർക്കിനെ കൊടുത്തിരിക്കുന്നത്. ഫുൾ ഒരു യെല്ലോ വാം കളർ ടോൺ തന്നെ മൾട്ടിവുഡും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നോക്കി വളരെ മനോഹരമായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയ ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ TV തന്നെ വെക്കാനായിട്ടുള്ള സ്പേസ് കിട്ടുന്നു. ധാരാളം സ്പോട്ട് ലൈറ്റുകളെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഫോട്ടോ ഫ്രെയിംസോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പാകത്തിനായിട്ടുള്ള ധാരാളം സ്ലോട്ട്സും പിന്നെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെ അവർക്ക് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി താഴെയായിട്ട് നോക്കിയാൽ ടിവിയുടെ മറ്റു ഉപകരണങ്ങൾ വെക്കാൻ പാകത്തിനുള്ള സ്റ്റോറേജ് സ്പേസുകൾ താഴ്ഭാഗത്തും ഇവർ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല 2 ഹാങ്ങിങ് ലൈറ്റ്സിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് മുകളിലേക്ക് നോക്കിയും ആ ഒരു ഡിസൈൻ വർക്ക് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വർക്കാണ് ആ ഒരു TV യൂണിറ്റ് ഏരിയയുടെ ഭാഗത്തായിട്ട് വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ കാണാം. ജനാലകൾക്ക് ആ ഒരു ഫ്രെയിം വർക്ക് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന 3 പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ആ ഒരു ഫ്രെയിം വർക്ക് കൊടുത്തിരിക്കുന്നു. ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് കോർണർ സെറ്റ് വലിയ കോർണർ സെറ്റ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. 6 or 8 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള വലിയ കോർണർ സെറ്റ് ഇടാനുള്ള സ്ഥല സൗകര്യം ഇവിടെ ഇതിന് ഉള്ളിലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇനി ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നോക്കാം. ആ ഒരു വൈറ്റിൽ ആ ഒരു ചെറിയ ഡിസൈൻ വരുന്ന തരത്തിലുള്ള ആ ഒരു സെറാമിക് വെറ്റിഫൈഡ് ടൈലുകളെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി സീലിംഗിലേക്ക് നോക്കി ജിപ്സം സീലിംഗിനൊപ്പം ആ ഒരു ലോവർ ഡിസൈൻസ് കൂടെ വരുമ്പോൾ എന്ത് ഭംഗിയായിരിക്കുന്നു. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ ആയിട്ട് വാം കളർ ടോണുകൾ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഒരു വീടിന്റെ ഈ ഒരു ഫോമൽ ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത്.
നമുക്കിനി ഡൈനിങ് ഏരിയയിലേക്കാണ് മാറേണ്ടത്. ഡൈനിങ് ഏരിയയിലേക്ക് മാറുമ്പോൾ ഇവിടെ ടി വി യൂണിറ്റ് ഏരിയയുടെ ഭാഗത്ത് ഇവിടെയുള്ള ഈ ഒരു പാർട്ടീഷൻ നമുക്ക് കാണേണ്ടതുണ്ട്. ഇവിടെയും നമുക്ക് ഇൻഡോർ പ്ലാന്റുകളോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ഫ്രെയിംസോ കരകൗശല വസ്തുക്കളോ ബോട്ടിൽ ആർട്ടുകളോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെക്കാൻ പാകത്തിലുള്ള ധാരാളം സ്ലോട്ട്സുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. നോക്കിയേ, ഡൈനിങ് സ്പേസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്കൊരു 4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്കൊക്കെ 6 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് ആഹാരം കഴിക്കുന്ന വലിയ ഡൈനിങ് ടേബിളിനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഈ ഒരു സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് സ്റ്റെയറിന്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ സ്റ്റെയറിന്റെ കീഴെയായിട്ട് ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളും ഒക്കെ വെക്കാൻ പാകത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് ഇതിന് കീഴെയായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന് കീഴെയായിട്ട് തന്നെയാണ് വാഷ് ഏരിയ ഇവർ ഒരുക്കിയിരിക്കുന്നത്. അത് മൾട്ടിവുഡ് വെച്ച് തന്നെയാണ് ഈ ഒരു ഡിസൈൻ വർക്കുകൾ പോയിരിക്കുന്നത്. ഈ ഒരു ടോപ്പിന്റെ കാര്യം പറഞ്ഞാൽ ഗ്രാനൈറ്റ് ആണ്, സെറഡയാണ് ബേസിന് വരുന്നത്. മുകളിലേക്ക് നോക്കി നല്ലൊരു ഫോക്കസ് ലൈറ്റിനെ മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസിനെയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്റ്റെയറിന് അടിയിലുള്ള സ്പേസിനെ മാക്സിമം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് കീഴെയായിട്ട് ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലകളെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ഓപ്പൺ കിച്ചന്റെ സെർവ് ഏരിയ മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പോർഷൻ ഇതാണ്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു ക്രോക്കറി ഷെൽഫിനെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു, 2 ഡോറുകളുള്ള. അപ്പോൾ അതിനുള്ളിൽ ഗ്ലാസുകൾ വെച്ച് തട്ടുകളെ ക്രമീകരിച്ചിരിക്കുന്നു കൃത്യമായിട്ടും. ഈ ഒരു സെർവ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ നല്ല മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റിനെ കൊടുത്തിരിക്കുന്നു. 3 പോർഷനായിട്ട് വെട്ടം പൊഴിക്കുന്ന തരത്തിലുള്ള LED ലൈറ്റ്സ് ആണ്, വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം, ഈ ഒരു സെർവ് ഏരിയ വളരെ നന്നായ രീതിയിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും നമുക്ക് ഇൻഡോർ പ്ലാന്റുകളോ ബോട്ടിൽ ആർട്ടുകളോ വലിയ നീളം കരകൗശല വസ്തുക്കളൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പാകത്തിനുള്ള സ്ലോട്ട്സുകൾ ഇവിടെയും നമുക്ക് കാണാം. അതിനകത്തും LED ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഡൈനിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ടൈലുകൾ ലിവിംഗ് ഏരിയയിൽ നമ്മൾ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി സീലിംഗിലേക്ക് നോക്കിയും, സീലിംഗിനകത്ത് നമ്മൾ ലിവിംഗ് ഏരിയയിൽ കണ്ടിരുന്നു ആ ലോവർ ഡിസൈൻസ് നമ്മൾ കണ്ടിരുന്നു. അതേ ഡിസൈനിൽ തന്നെയാണ് WPC ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ആ മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു മെറ്റീരിയൽ വെച്ചുള്ള ഡിസൈൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് കയറാം. അപ്പോൾ ഓപ്പൺ കിച്ചൺ ആണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയുടെ ഉള്ളിലേക്ക് വരാം. ലിവിംഗ് ഏരിയയിലും ഡൈനിങ്ങിലും ഒക്കെ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് അടുക്കളയ്ക്കുള്ളിലും വരുന്നത്. അതിനകത്തൊന്നും വ്യത്യാസമില്ല. ഇനി അടുക്കളയ്ക്കുള്ളിലേക്ക് വന്ന 2-3 പേർക്ക് സുഖമായിട്ട് നിന്ന് പെരുമാറുവാൻ പറ്റുന്ന വലിപ്പം ഉള്ള ഒരു അടുക്കളയാണ്. ഇവിടെ L ഷേപ്പിലാണ് ടോപ്പ് വരുന്നത്, ഗ്രാനൈറ്റ് ആണ് ടോപ്പ്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കബോർഡ്, കിച്ചൺ കബോർഡ് വർക്ക് ഇത്രയും ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, വളരെ മനോഹരമായ രീതിയിൽ തന്നെ മൾട്ടിവുഡ് ആണ് ഇതെല്ലാം കേട്ടോ. മൾട്ടിവുഡ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം. ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം സെറയുടെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ തൊട്ട് ചേർന്ന് തന്നെ സ്വിച്ച് പോയിന്റുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കർ, മിക്സർ തുടങ്ങിയ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട് മുകളറ്റം വരെയും ആ ഒരു കബോർഡ് വർക്കുകൾ എത്തി നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇലക്ട്രിക് ചിമ്മിനിയുടെ സ്ഥാനം. അതിന്റെ 2 വശങ്ങളിലായിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു. അതിന് കീഴെ ഈ ഒരു ടോപ്പിന് കീഴിലേക്ക് നോക്കിയാൽ നമുക്ക് ആ ഒരു ഡ്രോ സിസ്റ്റമുകൾ മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും സ്വിച്ച് പോയിന്റുകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് അടുക്കളയ്ക്കുള്ളിലായിട്ട് നമുക്ക് കിട്ടുന്നു. ഇനി ഫ്രിഡ്ജ് വെക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി അടുക്കളയ്ക്കുള്ളിലും ഒരു സീലിംഗ് വർക്കിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെയും ജിപ്സം സീലിംഗ് വർക്കുകൾ തന്നെയാണ്. സ്പോട്ട് ലൈറ്റുകൾ മിൽക്കി വൈറ്റ് ആയിട്ടുണ്ട് എന്ന് മാത്രമാണ്, ബാക്കിയുള്ളിടത്തെല്ലാം വാമായിരുന്നു. എങ്കിൽ സ്ട്രിപ്പ് ലൈറ്റുകളെല്ലാം അത് വാം കളർത്തോടുള്ള LED ലൈറ്റുകളെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തേക്കാണ് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ. അപ്പൊ ഈ ഒരു ഡോർ തുറന്നാൽ നമുക്ക് നേരെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം നേരെ ചെന്ന് നമ്മൾ ഈ വീടിന്റെ ചുറ്റുമതിലാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ആണ്. അത് എന്തായാലും ഇവർ ചെയ്ത് കംപ്ലീറ്റ് ആക്കി നമുക്ക് തരും. വർക്ക് ഏരിയ ഫുള്ള് ചെയ്ത് തീർത്തതായിരിക്കും നമുക്ക് തരിക. അത് ഈ ഒരു പ്രൈസിനകത്ത് തന്നെ ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുക്കള മുറ്റം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു സ്പേസ് ആണ്. ആ ഒരു ഓമന പേരിട്ട് വിളിക്കാനായിട്ട് ഇവിടെ മുറ്റത്തിന് മണ്ണോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇവിടെ ഫുള്ളും കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഈ ഒരു ഭാഗം ഇത്രയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഏരിയയുടെ ആ ഒരു എന്താ പറയുക വർക്ക് ഏരിയ സ്പേസിന്റെ ബാക്കിയായിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ ആയിട്ട് നിങ്ങളുടെ തുണികളൊക്കെ ഉണക്കി എടുക്കാൻ പാകത്തിനുള്ള ഒരു സ്പേസ് വേണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം. അതല്ലെങ്കിൽ അടുക്കളയുടെ കുറച്ചുകൂടെ സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അതിനുള്ള സ്പേസ് ആണ് ഈ ഒരു ഭാഗം വരെയും എത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെറസിനെ ആശ്രയിക്കേണ്ടിയിരിക്കും. ടെറസിൽ മട്ടുപ്പാവിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനുള്ള സ്പേസുകൾ നമുക്ക് ഉണ്ടാവും. അപ്പം തീർച്ചയായിട്ടും മുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ അങ്ങനെ ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മട്ടുപ്പാവിൽ വളരെ നല്ല രീതിയിൽ തന്നെ പാവലും കോവലും മറ്റു സാധനങ്ങളും ഒക്കെ വിളഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീണ്ടും ചുറ്റുപാടുമുള്ള സ്ഥലം നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത്രയേറെ സ്പേസ് ആണ് നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ വീടിനകത്തുള്ള ബെഡ്റൂമുകളാണ് നമുക്ക് പരിചയപ്പെടേണ്ടത്.
മൊത്തം 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. അതിൽ തന്നെ 2 താഴത്തെ നിലയിലും 2 മുകളിലത്തെ നിലയിലുമായിട്ടാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു പാർട്ടീഷൻ ഭാഗത്ത് ഇവിടെ ഈ കാണുന്ന ഡോർ വന്നാൽ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. റെഡിമെയ്ഡ് സ്കിൻ ഡോസിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് കയറാം. കാഴ്ചയിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ ആദ്യത്തെ ബെഡ്റൂം. നമുക്ക് നീളവും വീതിയും കൃത്യമായിട്ടും ഒന്ന് നോക്കാം. അപ്പോ ഏകദേശം 12.11 അടിയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ നീളമായിട്ട് വരിക. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 11.70 അടിയാണ്. മൊത്തം 141.64 സ്ക്വയർ ഫീറ്റ് ആണ്. 141.64 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 13.159 മീറ്റർ സ്ക്വയർ 13.159 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നോക്കിയാൽ അറിയാം 2 ഒറ്റപ്പാളികളുടെ ജനാലകളാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാലകളാണ്. ആ സൈഡിലായിട്ട് നമുക്ക് ബെഡ് സ്വിച്ചിന്റെ സ്ഥാനം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബെഡ് സ്പേസ് ഇടാനായിട്ട് പറ്റും. വലിയ ഫാമിലി കോട്ടുകാട്ടിൽ തന്നെ നമുക്ക് ഇടാനുള്ള സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്ഥല സൗകര്യമുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് വാർഡ്രോബിന്റെ സ്ഥാനം ഈ ഒരു ഭിത്തിയിലാണ് വരുന്നത്. ഏകദേശം ഈ ഒരു ഭിത്തിയുടെ 70% സ്പേസിനെ കവർന്നെടുത്തുകൊണ്ടാണ് ഈ ഒരു വാർഡ്രോബിനെ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ് ഈ ഒരു വാർഡ്രോബിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 ഡോറുകളാണ്. ആ ഡോറിന് ഒരു ഗ്രേ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുക്കളയിൽ നമ്മൾ കണ്ടതാണ് ആ ഒരു കളർ കോമ്പിനേഷൻ. ആ ഒരു ഗ്രേയും ഈ ഒരു വുഡിന്റെ കളറോട് വരുന്ന കളർ പാറ്റേൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയായിട്ട് വലിയ ഒരു മിറർ, ഒരു നീളൻ മിററിന് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നു. ഡ്രോകളും മറ്റുമായിട്ട് ആ ഒരു സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല സ്ഥല സൗകര്യമുള്ള ഒരു വാർഡ്രോബാണ് ചുരുക്കം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഫ്ലോറിലെ ടൈലുകൾ അടുക്കളയിലും ലിവിംഗിലും മറ്റുമൊക്കെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. സീലിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ ജിപ്സം സീലിംഗ് വർക്കുകൾ തന്നെ വളരെ ഭംഗിയുള്ള ഡിസൈൻ ഉള്ള ഒരു വർക്ക് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം കളർ ലൈറ്റുകൾ തന്നെയാണ്. സീലിംഗ് ഫാനോ അത്തരമുള്ള മറ്റു കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇനി ബാത്റൂമിലേക്ക് കയറാം. ഈ ഭാഗത്താണ് നേരത്തെ കണ്ട നമ്മളുടെ ബാത്റൂം. ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ഒരുപാട് വലുതെന്ന് അവകാശപ്പെടുന്നില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റ് പോർഷനായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരുന്നത്. സെറയുടെ ആ ഒരു ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നേരെ മുകളിലേക്ക് നോക്കാം. അതിന് തൊട്ട് മുകളിൽ തന്നെ എയർ വെന്റിലേഷൻ വിൻഡോയും ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ ഓറിയന്റിന്റെ ഒരെണ്ണം നൽകിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അതിനോട് ചേർന്ന് തന്നെ ഹീറ്ററിനുള്ള പോയിന്റ് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ കാണാം. ഇനി നമ്മുടെ റെയിൻ ഷവറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള റെയിൻ ഷവറാണ് ഇവിടെയും കിട്ടുന്നത്. സെറയുടെയാണ് ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. വാൾ ടൈലുകൾ വലിയ ടൈലുകളാണ് മൊത്തത്തിലായിട്ട് ഈ ഒരു ബാത്റൂമിനുള്ളിൽ ഇവർ ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഇങ്ങേറ്റതായിട്ട് വാഷ് ബേസിൻ കൊടുത്തേക്കുന്നതാണ്. സെറയുടെ ഒരു നോർമൽ മോഡലായിട്ടുള്ള ഒരു വാഷ് ബേസിൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നേരെ മുകളിലായിട്ട് മിററും അതേപോലെ തന്നെ LED ലൈറ്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെയായിട്ടാണ് ഈ ഒരു സ്റ്റെയറിന്റെ സ്ഥാനം. അതിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം. സെയിം ആ ഒരു നമ്മൾ നേരത്തെ കണ്ട റെഡിമെയ്ഡ് സ്കിൻ ഡോറുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂം അത്രയും വലുതാണെന്ന് അവകാശപ്പെടുന്നില്ല. ഇതൊരു ചെറിയ ബെഡ്റൂം ആണ്. നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. ഏകദേശം 11.71 അടിയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ നീളത്തിന്റെ കാര്യം. വീതി കാര്യം നോക്കുകയാണെങ്കിൽ 9.13 ആണ്. 106.87 സ്ക്വയർ ഫീറ്റ് ആണ്. 106.87 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് വരിക 9.929 മീറ്റർ സ്ക്വയർ ആണ്. 9.929 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനല. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ വാഹനം നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ്, കിണറിരിക്കുന്ന സ്പേസ്, ആ ഭാഗത്തേക്ക് തുറക്കുന്ന ജനാലയാണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ജനാലകൾക്ക് ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി വാർഡ്രോബിന്റെ കാര്യം നമുക്ക് നോക്കിയാൽ വാർഡ്രോബ് നേരത്തെ നമ്മൾ അപ്പുറത്ത് കണ്ട പോലുള്ള വാർഡ്രോബ് തന്നെ ചെറിയ ഒരു ഡിസൈൻ വ്യത്യാസം മാത്രമാണുള്ളത്. ഇപ്പോൾ ഇവിടെ മിറർ സ്പേസും കൊടുത്തിരിക്കുന്നു. ഫ്ലോറിലെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്. ഡിസൈനിൽ മാറ്റമൊന്നുമില്ല. ഈ സീലിംഗിലേക്ക് നോക്കാം. നല്ല ഭംഗിയായിട്ട് തന്നെ സീലിംഗിനെ ചെയ്തിരിക്കുന്നു. റൗണ്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്ക് തന്നെ. ജിപ്സം സീലിംഗ് വർക്ക് തന്നെ. ആ ഒരു സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം വാം കളർ ടോണിൽ തന്നെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ഫൈബർ ഡോറുകൾ തന്നെയാണ് ഇവിടെ ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. ബാത്റൂമിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രമീകരണങ്ങളിൽ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ബാത്റൂമിൽ നമ്മൾ കണ്ടത് ലാസ്റ്റ് പോർഷനിലായിട്ടായിരുന്നു ക്ലോസറ്റ് ഏരിയ. പക്ഷെ ഇവിടെ ലാസ്റ്റ് പോർഷനിൽ ബാത്ത് ഏരിയ ആണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. നോക്കിയറിയാം വലിയ റെയിൻ ഷവർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ എയർ വെന്റിലേഷൻ വിൻഡോയും ഹീറ്റിനുള്ള പോയിന്റും നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. വലിയ ടൈലുകളെ തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ കളർ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. സെൻട്രലായിട്ടാണ് ക്ലോസറ്റ് സെറ്റിന്റെ സ്ഥാനം. സെറയുടെ സെയിം മോഡൽ ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഇനി അറ്റതായിട്ട് വാഷ് ബേസിനെ കൊടുത്തിരിക്കുന്നു. സെറയുടെയാണ് ബേസൺ വരുന്നത്. നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റിനെയും കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും.
അപ്പോൾ ബാത്റൂം അത്യാവശ്യം വലുപ്പമുണ്ട്, മീഡിയം വലുപ്പമുള്ള ബാത്റൂമാണ്. ബെഡ്റൂം ചെറിയ ബെഡ്റൂമാണ്, ഒരു 106 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ബെഡ്റൂമിന് വലുപ്പം വരിക. അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. മുകളിലത്തെ നിലയിലേക്ക് പോകാൻ സ്റ്റെയറിലേക്ക് നമുക്ക് നോക്കാം. സ്റ്റെയറിന്റെ പടികൾ കുറച്ച് മോഡേൺ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പുകളും അതേപോലെ തന്നെ വുഡും കൂടെ ചേർത്തുള്ള ഡിസൈൻ പാറ്റേൺ ആണ് ആ ഒരു കൈവരികൾക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെ. ഇനി പടികളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ്. ഫുഡ് സ്റ്റെപ്പ് ലൈറ്റുകളും മറ്റും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ആദ്യത്തെ ലാൻഡിങ്ങിൽ എത്തി നിൽക്കുമ്പോൾ പെർഗോള ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വെന്റിലേഷൻസ് നോക്കിയും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്ലാസ് ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്, പെർമനന്റ് ഗ്ലാസ് ആണ്. പക്ഷെ ജനൽ പടികൾക്ക് കൊടുത്തിരിക്കുന്ന മാതിരി സ്ക്വയർ ട്യൂബ് വെച്ച് കൊടുത്തിരിക്കുന്ന ഡിസൈൻ നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു ടെക്സ്ചർ വർക്ക് നമ്മളുടെ വീടിന്റെ എക്സ്റ്റീരിയൽ മതിലിൽ നമ്മൾ കണ്ടത് ഈ ഒരു ടെക്സ്ചർ വർക്കാണ്. ഈ ടെക്സ്ചർ വർക്കിനെ തന്നെയാണ് നമ്മളുടെ TV യൂണിറ്റ് ഏരിയയിൽ നമ്മൾ കണ്ടത്. വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു ടെക്സ്ചർ വർക്കിനെ കൊടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ലാൻഡിംഗ് എത്തിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു സീലിംഗ് വർക്കിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിനെ കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ഡിസൈൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സ്റ്റെയർ കയറി ആദ്യം നമ്മൾ എത്തുന്നത് ചെറിയൊരു ലോബി സ്പേസ് എന്ന് പറയാവുന്ന ഒരു സ്പേസിലേക്കാണ്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ അപ്പർ ലിവിംഗിലേക്ക് മാറേണ്ടത്. ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. താഴത്തെ TV യൂണിറ്റ് ഏരിയ അല്ലെ, താഴത്തെ നമ്മുടെ ആ ഒരു ലിവിംഗ് സ്പേസിനേക്കാൾ ഏകദേശം അത്രയൊക്കെ തന്നെ വലുപ്പം ഈ ഒരു സ്പേസിന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3 പാളികളുടെ ജനാല, ഇവിടെ 2 ഒറ്റപ്പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ നല്ലൊരു ഹോം തിയേറ്റർ ആക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഈ ഒരു റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഈ ഒരു സ്പേസിനെ നല്ലൊരു ഹോം തിയേറ്റർ ആക്കി എടുക്കാനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവിടെ TV യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തേക്കാണ്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഈ സൈഡിലെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻസ് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹോം തിയേറ്റർ ആക്കുകയാണെങ്കിൽ ഈ സാധനമൊക്കെ എടുത്ത് മാറ്റി കളയേണ്ടി വരും കേട്ടോ. മുകളിലായിട്ട് ഫോട്ടോ ഫ്രെയിംസോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ നോക്കി കഴിഞ്ഞാൽ സെയിം ടൈലുകൾ തന്നെയാണ്, താഴത്ത് കണ്ട അതേ ഡിസൈൻ ടൈലുകൾ തന്നെയാണ്. ഇനി നേരെ മുകളിലേക്ക് നോക്കിയാൽ ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. സിമ്പിൾ ഡിസൈൻസ് ആണ് ഇവിടെയും അവലംബിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ബാൽക്കണി സ്പേസിലേക്കാണ്. അപ്പൊ ഈ വീടിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ഒരു ഭാഗമായിരുന്നു ജയിലിന്റെ അഴികൾ കണക്കെ GLS സ്ക്വയർ ട്യൂബ് വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഭാഗം. അതിനുള്ളിലായിട്ട് കൊടുത്തിരിക്കുന്ന ബാൽക്കണി സ്പേസ്. സാധാരണയുള്ള കൈവരികൾ ഈ ഒരു ഭാഗം വന്ന് നിൽക്കേണ്ടതാണ്, പക്ഷെ ഇതങ്ങ് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. വീടിന്റെ ആ ഒരു ഫ്രണ്ട് ഡിസൈനിൽ തന്നെ വളരെ ഏറെ ആകർഷിക്കുന്ന ഘടകമായി മാറിയിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ് ഇത്. ഈ ഒരു ഭാഗത്ത് ഒരു ജാളി വർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അപ്പുറത്തെ വീടുണ്ട്, അവിടെ നല്ല തീർച്ചയായിട്ടും പ്രൈവസി കിട്ടാൻ പാകത്തിനെങ്കിൽ എയർ സർക്കുലേഷൻസ് കൃത്യമായിട്ടും ഉണ്ടാകത്തക്ക തരത്തിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ഇത് കൊടുത്തിരിക്കുന്നു. വീടിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന അതേ ടൈലുകളെ തന്നെയാണ് ഇവിടെയും ഈ ഒരു ഫ്ലോറിങ്ങിലും നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ചെറിയൊരു, പക്ഷേ ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് കൈവരികളെ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോപ്പൻ ഗ്ലാസുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതുവഴി ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ വീടിന്റെ എക്സ്റ്റീരിയറിൽ കണ്ട ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സ്ക്വയർ ട്യൂബിന്റെ ഡിസൈൻ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നത്. അത് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് അല്ല എക്സ്റ്റീരിയറിൽ നിന്ന് കാണാനായിട്ട് നല്ല രസമുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു ഡിസൈൻ വർക്കുകൾ. ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് 2 ബെഡ്റൂമുകൾ കൂടെ ഈ ഒരു വീടിനുള്ളിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മളുടെ ഈ ഒരു അപ്പർ ലിവിംഗിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ റൂമിന്റെ സ്ഥാനം വരുന്നത്. ഇത് കാര്യം നല്ല വലിയ റൂം തന്നെയാണ്, കാഴ്ച നല്ല രസമുള്ള റൂം തന്നെയാണ്, നല്ല വലിപ്പം തോന്നിക്കുന്ന റൂം തന്നെയാണ്. നമുക്ക് നീളവും വീതിയും നോക്കാം. വീതി കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 10.62 അടിയാണ്. നീളത്തിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 13.90 അടിയാണ്. 147.64 സ്ക്വയർ ഫീറ്റ് ആണ്. 147.64 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. മീറ്റർ സ്ക്വയറിന്റെ കാര്യം പറഞ്ഞാൽ 13.716 മീറ്റർ സ്ക്വയർ ആണ്. 13.716 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇതല്ല ഇതിന്റെ ആക്ച്വൽ വലുപ്പം. ഈ ബെഡ്റൂമിൽ കുറച്ചും കൂടെ സ്പേസ് കൂടെ ഉണ്ട്. ഇവിടെ വാർഡ്രോബിന്റെ കുറച്ച് ഏരിയ കൂടെ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇതുകൂടെ സ്ക്വയർ ഫീറ്റിൽ കണക്ക് കൂട്ടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങൾ ഈ ഒരു വീട് കാണുന്ന സമയത്ത് പ്ലാൻ നോക്കുക, ഓണറെ കണ്ട് സാക്ഷ്യപ്പെടുത്തുക. എന്തായാലും വലുപ്പം ഞാൻ പറഞ്ഞതിനേക്കാൾ വലുപ്പം കൂടുതൽ മാത്രമേ ആവുള്ളൂ. ഈ ഒരു ഭാഗത്ത് 3 പാളികളുടെ ജനാലയുണ്ട്. ഇത് നമ്മുടെ ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ജനാലയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് വാർഡ്രോബിനെ കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റും. ഇവിടെയായിട്ട് 3 ഡോറുകൾ, വലിയ 3 ഡോറുകൾ വരുന്നു. അതേപോലെ തന്നെ ഇവിടെ മിറർ വെക്കുന്ന ഒരു ഭാഗം അതിനെയും ഡോറായിട്ട് തന്നെ ഇവിടെ കൺവേർട്ട് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. അതിനുള്ളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് ഇടുന്നു. താഴ്ഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നു. ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ നോക്കിയേ, എല്ലായിടത്തും സെയിം ടൈലുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിൽ വരുന്നത്. ഇനി സീലിംഗിന്റെ ഡിസൈനിലേക്ക് നോക്കി, വളരെ ഭംഗിയുള്ള ഒരു സീലിംഗ് ഡിസൈൻ തന്നെയാണ്. സാധാരണ നമ്മൾ പോളിങ്ങും മറ്റുമൊക്കെ കാണുന്നില്ലേ, അതിന്റെ ഒരു ഡിസൈൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
അതേപോലെ തന്നെ ഇവിടെയായിട്ടും ഒരു വാർഡ്രോബിനെ അഡീഷണൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ദാ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ബാത്റൂമിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെയായിട്ടുണ്ട് ബാത്റൂമിന്റെ സ്ഥാനം. സെയിം ഫൈബർ ഡോറുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകൾക്കും യൂണിഫോം ആയിട്ട് ഒരേ ഡോറുകൾ നൽകിയിരിക്കുന്നു. ഈ ബാത്റൂം കുറച്ചുകൂടെ വലിപ്പം തോന്നിക്കുന്നുണ്ട്. ഇവിടെ ലാസ്റ്റ് പോർഷൻ ആയിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരിക. സെറയുടെ സെയിം ക്ലോസറ്റ് സെറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, അതിനോട് ചേർന്ന് തന്നെ ഹീറ്ററിന്റെ പോയിന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി സെൻട്രലായിട്ടാണ് നമ്മുടെ ബാത്ത് ഏരിയ, വലിയ റേഞ്ച് ഷവർ, അതിന്റെ മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം സെറയുടെ തന്നെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇനി ഇതാ ഇങ്ങേറ്റം ലാസ്റ്റ് പോർഷനിലായിട്ട് നമുക്ക് വാഷ് ബേസിനെ കൊടുത്തിരിക്കുന്നു. സെറയുടെ തന്നെ ബേസും, മുകളിലായിട്ട് LED ലൈറ്റും മിററും കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ ടൈലുകൾ ഒരു ഗ്ലോസി ടൈലുകളാണ്. താഴത്തെ എല്ലാം മാറ്റ് ഫിനിഷ് ആയ ടൈലുകളായിരുന്നു കൊടുത്തിരിക്കുന്നത്. വലിയ ടൈലുകൾ തന്നെയാണ്. ഇനി നമ്മൾ കാണാനുള്ളത് ഈ വീട്ടിലെ നാലാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിനുള്ളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ ആ റൂമിലേക്ക് കയറാൻ നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്ന ഒരു ഡോർ ഉണ്ട് കേട്ടോ, ഈ ഡോറും. അപ്പോൾ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നാലാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. നമ്മുടെ ആദ്യം കണ്ട ബെഡ്റൂമിന്റെ ഓൾമോസ്റ്റ് നേരെ മുകളിൽ തന്നെയായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സ്ഥാനം. കാഴ്ചയിൽ ഏകദേശം അതേപോലെയൊക്കെ തന്നെയുണ്ട്. 12.47 അടിയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ നീളം വരുന്നത്. വീതിയിലായി നോക്കുകയാണെങ്കിൽ 11.91 അടിയാണ്. 148.54 സ്ക്വയർ ഫീറ്റ് ആണ്. 148.52 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം വരുന്നത്. മീറ്റർ സ്ക്വയറിലേക്ക് മറിക്കാൻ 13.798 മീറ്റർ സ്ക്വയർ ആണ്. 13.798 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിയാൽ അവിടെ 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലകൾ കാണാൻ പറ്റും. താഴത്തെ ബെഡ്റൂമുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജനാലകൾക്ക് ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? എന്താണെന്ന് വെച്ചാൽ ഇവിടെ പടികൾ നൽകിയിരിക്കുന്നത് തന്നെ ആ ഒരു പടികളുടെ ആ ഒരു ഫ്രെയിം ഡിസൈൻ വർക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഈ ഒരു ഭാഗത്തേക്കാണ് വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നത്. സെയിം നമ്മൾ താഴത്തെ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ട അതേ വാർഡ്രോബിനെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിംഗിന്റെ ടൈലുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. അതിനകത്ത് ഡിസൈൻ വർക്കുകൾ വ്യത്യാസമൊന്നുമില്ല. ഇനി നേരെ മുകളിലേക്ക് നോക്കാം. സീലിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗോയുടെ ഡിസൈൻ കണക്ക് ഒരു ഡിസൈൻ വർക്കാണ് ആ ഒരു സീലിംഗിനായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം കളർഫുൾ ലൈറ്റുകൾ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് തന്നെ ബാത്റൂമിന്റെ സ്ഥാനം സെയിം ഫൈബർ ഡോറുകൾ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ താഴത്തെ ആദ്യത്തെ ബെഡ്റൂമിൽ നമ്മൾ കണ്ട അതേ ബാത്റൂം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരിക. സെറയുടെ ഫ്ലോർ മൗണ്ടറിന്റെ ക്ലോസറ്റ് സെറ്റ്. നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, സൈഡിലായിട്ട് ഹീറ്ററിന്റെ പോയിന്റ് നമുക്ക് കാണാം. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ, ഓറിയന്റിന്റെ എക്സോസ്റ്റ് ഫാൻ ആണ് നൽകിയിരിക്കുന്നത്. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ, വലിയ റേഞ്ച് ഷവറിനെ തന്നെ കൊടുത്തിരിക്കുന്നു. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാത്റൂമിന്റെ ടൈലുകളും മാറ്റ് ഫിനിഷ് ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബാത്റൂം മാത്രമാണ് ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ള ടൈലുകൾ വന്നിരുന്നത്. അപ്പോൾ ഇതും വലിയ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസിൻ ഏരിയ, സെറയുടെ ബേസിൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലായിട്ട് മിററും LED ലൈറ്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 4 ബെഡ്റൂമുകളും ബാത്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഈ കാണുന്ന ഡോർ തുറന്നാൽ നമുക്ക് നേരെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ ടു എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഫ്ലോറിംഗിൽ ഒരു ടൈലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ, ഒരു വുഡ് ഡിസൈൻ വരുന്ന ടൈലുകളാണ്. സാധാരണ രീതിയിൽ ഈ യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറഞ്ഞാൽ ഷീറ്റ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഷീറ്റ് ഒന്നും അല്ല ഇട്ടേക്കുന്നത്, കോൺക്രീറ്റ് ആയിട്ട് തന്നെ അല്ല സ്ക്വയർ ഫീറ്റിൽ തന്നെ പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിനെ ഇവരിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ജനാലകളായിട്ട് കൊടുത്തിരിക്കുന്ന നോക്കിയ സ്ക്വയർ ട്യൂബ് വെച്ചുള്ള ഡിസൈൻ വർക്കുകളാണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ലോണ്ടറി സ്പേസ്. നമുക്ക് വാഷിംഗ് മെഷീൻ ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാം. അതിന്റെ സ്വിച്ച് പോയിന്റും വെള്ളത്തിന്റെ ആ ഒരു സൗകര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് തന്നെയാണ് ഡോർ കൊടുത്തേക്കുന്നത്. നമുക്ക് ടെറസിലേക്ക് കയറുവാനുള്ള എൻട്രൻസ് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെയായിട്ടാണ് പടികൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പടികൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഷെയ്ഡിന്റെ മുകളിലൂടെ ആയിട്ട് ഒരാൾക്ക് കഷ്ടി കയറി പോകാവുന്ന രീതിയിലാണ് ഈ ഒരു പടികളെ ഇവരിവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പടികൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു വീടിന്റെ ടെറസിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നമുക്കൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 1000 ലിറ്ററിന്റെ ഒരു ടാങ്ക് ആയിരിക്കണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ആ ഒരു A ഷേപ്പ് കാണാൻ വേണ്ടിയുള്ള ഒരു ഡിസൈൻ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറാമിക് ഓടുകളാണ് അതിന്റെ മുകളിലായിട്ട് പാകിയിട്ടുള്ളത്. അപ്പോൾ
തൊട്ട് ചേർന്ന് തന്നെ അടുത്തടുത്തൊക്കെ വീടുകളാണ്, ഇഷ്ടംപോലെ വീടുകളാണ് ആ ഭാഗത്തായിട്ടെല്ലാം നമുക്ക് കാണാനുള്ളത്. ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ വീടാണ്. അപ്പോൾ ഈ ഒരു ആ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ തന്നെ അറിയും ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല ഉയർന്ന ഒരു സ്പേസ് ആണ് എന്നുള്ള കാര്യം കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഒരു വീടിന്റെ വില എന്താണ് എന്നുള്ളതാണ്. വില പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, അല്ലെങ്കിൽ തീർച്ചയായും വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കേണ്ട. അപ്പോൾ നമുക്ക് വിലയിലേക്ക് വരാം. ഈ വീഡിയോ അവർ ചോദിക്കുന്നത് ഏകദേശം 75 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം ആദ്യം ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. ബാക്കി നിങ്ങൾ EMI ആയിട്ട് അടച്ചാൽ മതി. അതിനുള്ള ലോണിന്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ചോദിക്കുക, അവരെ കാണുക, വിളിക്കാം. ഈ സ്ഥലം വന്ന് കാണുക, പണികൾ കാണുക, വീടിന്റെ പണികൾ കാണുക, വിലയിരുത്തുക. എന്നിട്ട് മാത്രം നല്ല ഡീലിലേക്ക് എത്തിച്ചേരുക. തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യാം. എന്നിട്ട് മാത്രം നിങ്ങൾ ഡീലുകൾ ഉറപ്പാക്കാം. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കൽ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ എത്തിക്കുവാനായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്താൽ നമ്മൾക്ക് ഒരുമിച്ച് ആ ഡീലുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ചാനലിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് 360stardeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. അതുപോലെ ചാനലിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 9048266360 എന്ന നമ്പറാണ് ആ നമ്പർ. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് വീണ്ടും നമ്മൾക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.